സർ, ഞാൻ പ്രസംഗിച്ച വേദി ബി.ജെ.പി. ശുദ്ധീകരിച്ചു, ദളിതനെ അപമാനിച്ചു. മല്ലികാർജുന ഖാർഗെയുടെ ഈ ഒരൊറ്റ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അന്വേഷിക്കും എന്ന് ജെ.പി. നദ്ദ പറയുന്നുണ്ടെങ്കിലും എന്താണ് അന്വേഷിക്കേണ്ടത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ തരണം ചെയ്യാൻ സാധിക്കുക? പറയുന്നത് ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ വെറുതെ ഒരു രാഷ്ട്രീയ പ്രകോപിതനായ ഒരു വ്യക്തിയോ ആണെന്ന് നമുക്കൊരിക്കലും തോന്നുന്നില്ല. മല്ലികാർജുന ഖാർഗെ പറയുന്നു, കൃത്യമായ തെളിവുകളോടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എന്ന് പോലും. അത്തരത്തിൽ ഇപ്പോഴും ഒരു ദളിതനായതുകൊണ്ട് മാത്രം അദ്ദേഹം കയറിയിരുന്ന് സംസാരിച്ച ഒരു വേദി ശുദ്ധീകരിക്കണം എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം വീണ്ടും കൂപ്പുകുത്തുകയാണ്. രാജ്യസഭാ സമ്മേളനം, മൺസൂൺ സമ്മേളനം അവസാനിച്ച ഇന്നലെ കോൺഗ്രസിന്റെ അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞ ഇക്കാര്യം സത്യത്തിൽ ഇന്ത്യക്കാരെ മുഴുവൻ ഞെട്ടിച്ചിട്ടുണ്ട്. 84 വയസ്സുള്ള, ഇപ്പോഴും ചുറുചുറുക്കോടെ സമരരംഗത്തും പാർലമെന്ററി രംഗത്തും നിലയുറപ്പിച്ചിട്ടുള്ള, 8 തവണ സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയും 2 തവണ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുമായിട്ടുള്ള, എത്രയോ ദശാബ്ദങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആ ഖാർഗെ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ രാംലീല മൈതാനിയിൽ ഈ 8-ാം തീയതി പ്രസംഗിച്ചു പോയതിനു ശേഷം ബി.ജെ.പിയുടെ അനുഭാവം പുലർത്തുന്ന സംഘപരിവാർ സംഘടനകളിൽ ഒന്നായ ശ്രീരാമസേന സേനാന്യാസ് ഇദ്ദേഹം പ്രസംഗിച്ച സ്ഥലത്ത് ശുദ്ധികലശം നടത്തി എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹൃദയവേദനയോടെ പാർലമെന്റിൽ പറഞ്ഞത്. സത്യത്തിൽ ബി.ജെ.പിയുടെ നേതാവ് ജെ.പി. നഡ്ഡ തന്നെ എണീറ്റിട്ട് ഇതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അപലപിക്കുന്നു എന്ന് പറയേണ്ടി വന്നു. സത്യത്തിൽ ഇതിന് മാപ്പ് അർഹിക്കാത്ത പാപകൃത്യമാണ് ഈ സംഘടന ചെയ്തത്. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമല്ല. രാജ്യസഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ ഇതിനെക്കാട്ടിൽ വലിയൊരു പാപമില്ല എന്ന് ആ വേദിയിൽ വെച്ച് തന്നെ പറയുകയുണ്ടായി. മല്ലികാർജുൻ ഖാർഗെ ഹൃദയവേദനയോട് ആവശ്യപ്പെട്ടത് ഇത് അയിത്താചരണ വിരുദ്ധ നിയമപ്രകാരം നടപടിയെടുക്കണം, ഇവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ്. സർക്കാർ അതിന് സമ്മതിച്ചിട്ടുണ്ട്. എന്താണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് വ്യക്തമല്ല. സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ചില സംഘടനകൾ ബ്രാഹ്മണിക്കൽ സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ അധീശത്വ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് വ്യാപകമായ പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് സമുന്നതനായ കോൺഗ്രസ് നേതാവിന് ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ പണ്ടും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 1970-കളിൽ സമുന്നതനായ കോൺഗ്രസ് നേതാവ് ജഗജ്ജീവൻ റാം ദളിത് സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന, അത്രയും തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കന്മാരൊന്നും ഈ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല അക്കാലത്ത്. ഇന്ദിരാഗാന്ധിക്കൊപ്പം ഒരുപക്ഷെ അന്ന് തന്നെ പ്രധാനമന്ത്രി ആകുമെന്നൊക്കെ പലരും വിചാരിച്ചിരുന്ന, പിന്നീട് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായ ജഗജ്ജീവൻ റാമിനും ഇതേപോലെ സമാനമായ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. 1970-കളിൽ ഗുജറാത്തിലെ സാഗ്ബരയിൽ അദ്ദേഹം പ്രസംഗിച്ച യോഗം ഇതേപോലെ തന്നെ ജാതി ഹിന്ദുക്കൾ അദ്ദേഹം അത് അശുദ്ധമാക്കിയെന്ന് ആരോപിച്ചുകൊണ്ട് ഗോമൂത്രം തളിച്ച് ശുദ്ധമാക്കിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അവിടെ നിന്ന് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ നമ്മൾ വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനം എന്ന് അവകാശപ്പെടുമ്പോഴും നമുക്കെല്ലാം അറിയാം, അങ്ങനെ അത്രമാത്രം രാഷ്ട്രീയ പ്രബുദ്ധതയൊന്നും ഈ കാര്യങ്ങളിൽ ഇല്ല. കാരണം നമുക്ക് ജനറൽ സീറ്റിൽ നിന്നും ലോക്സഭയിലേക്ക് കെ കുഞ്ഞമ്പു എന്ന ഒറ്റ ആളെ മാത്രമാണ് കണ്ണൂരിൽ നിന്ന് ഒരിക്കൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം കഴിഞ്ഞത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, അദ്ദേഹം ജയിച്ചു. അത് ഒഴിച്ചു നിർത്തി ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പോലും ഒരു ദളിത് സ്ഥാനാർത്ഥിയെയും പൊതു സീറ്റിൽ നിന്ന് നമ്മൾ നിർത്തി വിജയിപ്പിച്ചിട്ടില്ല. മഹാനായ KR നാരായണനെ വിജയിപ്പിച്ചത് ഒറ്റപ്പാലം സംവരണ മണ്ഡലത്തിൽ നിന്നായിരുന്നു 2 തവണ. തിരുവനന്തപുരത്ത് നിന്നോ പാലക്കാട് നിന്നോ ഒക്കെ അദ്ദേഹം മത്സരിപ്പിച്ച് വിജയിപ്പിക്കേണ്ട വിശ്വപൗരനായിരുന്നു. അദ്ദേഹത്തെ കേരളത്തിന്റെ രാഷ്ട്രീയമായ ഇടുങ്ങിയ ചിന്താഗതി കാരണം സംവരണ മണ്ഡലത്തിലേക്ക് ഒതുക്കി. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഈ അയിത്താചരണത്തിന്റെ പരിധിയിൽ വരുന്ന 2 സംഭവങ്ങളെ കുറിച്ചാണ്. 2019-ൽ നാട്ടിക മണ്ഡലത്തിലെ MLA ആയിരുന്ന ഗീതാ ഗോപി ഒരു ദളിത് സമൂഹത്തിൽ നിന്ന് വന്ന നേതാവാണ്, CPIയുടെ നേതാവാണ്. അവരൊരു PWD ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം നടത്തിപ്പോയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ്സുകാർ എത്തി ഇവർ ഈ സ്ഥലം അശുദ്ധമാക്കി എന്ന് ആരോപിച്ച് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിച്ചു.
കേരളത്തെ പിടിച്ചുകുലുക്കുക 2019 വളരെ അടുത്ത കാലത്ത് നടന്ന സംഭവമാണ്. അതിനെതിരായി പോലീസ് ഈ നിയമം അനുസരിച്ച് കേസെടുത്തു. ആ കേസിന്റെ ഗതി എന്തായി എന്ന് ആവർത്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ. കേരളീയർ മറന്നുപോയിട്ടുണ്ടാവും. മല്ലികാർജുൻ ഖാർഗെ ഉയർത്തിയ ഈ ഗുരുതരമായ അയിത്താചരണ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഭരിക്കുന്നത് ഇപ്പോൾ UDFന്റെ ഗവൺമെന്റാണ്. ഈ ഗീതാ ഗോപിയെ ഈ രീതിയിൽ അപമാനിച്ച ആൾക്കാർക്കെതിരായി അന്ന് പോലീസ് എടുത്ത കേസ് എവിടെ പോയി? അത് ആവിയായി പോയോ എന്ന് കേരളീയ സമൂഹം പുതിയ സർക്കാരിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ ചോദ്യം ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ ആവർത്തിക്കുന്നു. രണ്ടാമത്തേത് ഡോക്ടർ RLB രാമകൃഷ്ണൻ. നമുക്കെല്ലാം അറിയാം, അദ്ദേഹം കലാഭവൻ മണിയുടെ സഹോദരൻ എന്ന ഒരു ഐഡന്റിറ്റി അല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഗവേഷകനാണ്, സംഗീതജ്ഞനാണ്, നർത്തകനാണ്. മോഹിനിയാട്ടത്തിലൊക്കെ അദ്ദേഹം വളരെ മഹാപ്രതിഭയാണ്. അദ്ദേഹത്തിന്റെ 2 അനുഭവങ്ങളും നഗ്നമായ ജാതി വിവേചനത്തിന്റെ ഉദാഹരണങ്ങളായി കേരളീയ സമൂഹത്തിന് മുന്നിൽ ഇപ്പോഴുമുണ്ട്. 2024 മാർച്ചിൽ കലാമണ്ഡലത്തിന്റെ പേര് പോലും അവർ ആ നടപടിയിലൂടെ അശുദ്ധമാക്കി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. സത്യഭാമ RLB രാമകൃഷ്ണനെ കുറിച്ച് പരസ്യമായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജാത്യ അധിക്ഷേപം മാത്രമല്ല, പല ബോഡി ഷെയ്മിങ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉള്ള പ്രസ്താവനയാണ് അവർ നടത്തിയത്. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണ്, മോഹിനിയാട്ടത്തിന് തീരെ കൊള്ളില്ല, പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നാണ് അവർ പ്രസ്താവന ഇറക്കിയത്. ഇതിനെതിരെയും വലിയ പ്രതിഷേധത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു. പോലീസ് ഇവർക്കെതിരായി കേസ് ചാർജ് ചെയ്തു. ആ കേസിന് എന്തു സംഭവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ്. 2020 ഇതേപോലെ തന്നെ ഒരു അവഗണനയ്ക്കും RLB രാമകൃഷ്ണൻ ഇരയായിട്ടുണ്ട്. അന്ന് ഓൺലൈൻ നൃത്തോത്സവത്തിന് ഇദ്ദേഹത്തിന് ക്ഷണം കിട്ടി. പക്ഷേ ദുരൂഹമായ കാരണത്താൽ അദ്ദേഹം അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. തന്റെ സഹോദരൻ കലാഭവൻ മണിക്ക് സിനിമാ രംഗത്ത് ആദ്യകാലങ്ങളിൽ ഇതേപോലെ അവഗണന നേരിട്ടതായി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ദളിതനല്ലെങ്കിലും പിന്നാക്ക സമുദായക്കാരനായ തിലകൻ സിനിമാ രംഗത്ത് വലിയ അവഗണന ആദ്യകാലങ്ങളിൽ നേരിട്ടതായും പലപ്പോഴും അതിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ടതായും അദ്ദേഹം പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ 2 പേർ, കലാഭവൻ മണിയും തിലകനും ഒക്കെ മഹാപ്രതിഭകളായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ്, കേരളത്തിൽ ഇപ്പോഴും വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തി രാഷ്ട്രീയ അവബോധമുള്ള സമൂഹമാണെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലും ഇങ്ങനെ ജാതി വിവേചനങ്ങൾ നടമാടുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണം. ഒരു കാരണവശാലും ഇത്തരം അവഗണന പാടില്ല. വിശാലമായ പല കാര്യങ്ങൾ പിന്നീടും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് വേറെ ഒരു ആംഗിളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിലെ പൗരോഹിത്യം മുഴുവൻ, കേരളത്തിലെ ശബരിമല, ഗുരുവായൂർ തുടങ്ങിയ മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ എത്ര ദളിത് പൂജാരിമാരുണ്ട്? മലയാളി ബ്രാഹ്മണരല്ലാതെ അല്ലെങ്കിൽ ബ്രാഹ്മണരല്ലാത്ത എത്ര പേർ തന്ത്രികളും പൂജാരികളുമായി ജോലി ചെയ്യുന്നുണ്ട്? ഇതൊക്കെ ജാതി വിവേചനമാണ്. സുപ്രീം കോടതി തന്നെ പൗരോഹിത്യത്തിൽ ജാതി വിവേചനം പാടില്ല എന്ന് 2 സുപ്രധാന വിധികൾ ഉണ്ടായിട്ട് പോലും കേരളത്തിൽ പൗരോഹിത്യത്തിന്റെ വാതിലുകൾ ബ്രാഹ്മണ സമുദായ അംഗങ്ങൾക്കല്ലാതെ തുറക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം. വളരെ അപൂർവമായി മാത്രമാണ് ബാക്കി സമുദായങ്ങളിൽപ്പെട്ട ആൾക്കാർ കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ പുരോഹിതരായിട്ടുള്ളത്, തന്ത്രി പോലെയുള്ള പ്രധാന കീ പോസ്റ്റുകളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ കീഴാചാരമാണ്, സമൂഹം എന്നേ വലിച്ചെറിയേണ്ട ദുരാചാരങ്ങളാണ് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കൂടി മല്ലികാർജുൻ ഖാർഗെക്ക് ഉത്തരാഖണ്ഡിൽ നേരിട്ട ഈ ജാതി വിവേചനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. യെസ്, എന്തായാലും മല്ലികാർജുന ഖാർഗെക്ക് നേരെയുള്ള ഈ ഒരു ജാതി വിവേചനം മാത്രമല്ല ഈ അടുത്ത കാലത്തുണ്ടായത്. പ്രദീപ് സാർ അക്കമിട്ട് പറഞ്ഞതുപോലെ പലതരത്തിലുള്ള, ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നിന്ന് പോലും നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേട്ടുകഴിഞ്ഞു. അയിത്താചരണ വിരുദ്ധ നിയമപ്രകാരം എടുക്കാവുന്ന കേസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ ഇത്തരം സംഭവങ്ങളിൽ എടുക്കാം എന്നതാണ് ഒരു വസ്തുത. മല്ലികാർജുന ഖാർഗെ നടത്തിയിരിക്കുന്ന ഈ ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലിൽ വളരെ വലിയ ഞെട്ടലിൽ തന്നെയാണ് രാജ്യം എന്നത് യാഥാർത്ഥ്യമാണ്, വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.